ഹായ് ഓൾ, ദിസ് ഈസ് നിഖിൽ, സൂപ്പർമാൻ നിഖിൽ. കോക്കിനൊന്നും അനുകരിക്കാൻ നോക്കിയതാ. അപ്പോൾ ഉണ്ടല്ലോ, ഒരു പടം കണ്ടു, പ്രൈമിലാണ് ദ ഫാമിലി സ്റ്റാർ, വിജയ് ദേവരകൊണ്ടയുടെ സിനിമയാണ്. മൃണാളിനൊക്കെ ഉള്ള പടം, മൃണാളിനെ കണ്ടുകൊണ്ട പടം കണ്ടത്. പടം ഒരു സിവിൽ എഞ്ചിനീയറിൻ്റെ പടമാണ്. അയാളുടെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാട്, ഫാമിലി സ്റ്റാർ എന്ന പേര് പോലെ തന്നെ അയാളുടെ വീടിനെ കുറിച്ചും അയാളുടെ വീട്ടിലെ പ്രാരാബ്ധത്തിനെ കുറിച്ചും അയാളുടെ വീട്ടിലെ എങ്ങനെ സ്റ്റാർ ആവുന്നതിനെ കുറിച്ചാണ് പടത്തിൻ്റെ ഇതിവൃത്തം. കറക്റ്റ് ഒരു സീരിയൽ കണ്ടു തീർത്ത പോലെ ഉണ്ട്. ഫസ്റ്റ് ഹാഫ് ഫുള്ള് കറക്റ്റ് സീരിയലാണ്, ഫുള്ള് സീരിയൽ. സെക്കൻഡ് ഹാഫിന് ഇതിനകത്ത് കുറച്ച് റിച്ച്നെസ് ഫീൽ ചെയ്യാൻ വേണ്ടി കുറച്ച് ആ സീരിയൽ തന്നെ ട്രാക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര അട്ടർ ഫ്ലോപ്പ് ആവുന്നുള്ളതുകൊണ്ട് അവർ കുറച്ച് അമേരിക്കൻ സീരീസ് പിടിച്ചു. കുറച്ച് അമേരിക്കയിലേക്ക് കൊണ്ടുപോയിട്ട് അവിടുത്തെ ഉള്ള ഒരു സംഭവം പിടിച്ചിട്ടുണ്ട്. അതും ഭയങ്കര ഇതായിട്ട് തോന്നിയില്ല, സുഖമായിട്ട് തോന്നിയില്ല. പടം മാച്ചിങ് ആയിട്ട് തോന്നിയില്ല. അമേരിക്കയിൽ പോയിട്ട് അവിടെ നിന്ന് പടം കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇങ്ങനെ കഴിഞ്ഞ് ലാഗ് അടിച്ച് എന്താ ചെയ്യണമെന്ന് അറിയാൻ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് തിരിച്ച് നാട്ടിൽ കൊണ്ടുവന്നിട്ട് പടത്തിനൊരു ക്ലൈമാക്സും കൊടുത്ത് അങ്ങനെ തീർക്കുക. പടം കണ്ടു തീർത്തപ്പോൾ ഞാൻ ആലോചിച്ചു, ഞാൻ എന്തിനീ സിനിമ കണ്ടേ, എന്തിനീ പടം കണ്ടേ. വിജയ് ദേവരകൊണ്ട രണ്ടാമത്തെ പടം പോകുന്നതാണ്. കാരണം ഇത്ര നല്ല സിനിമകളൊക്കെ ചേരുന്ന ആൾക്ക് അത്രയും ഫാൻ ബേസ് കേരളത്തിലുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടാണ് നമ്മളൊക്കെ പടം കാണുന്നത്. നമ്മൾ അത്രയും നല്ല അത്ര നല്ല ഫാനായിട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ പടങ്ങൾ കാണുന്നത്. അല്ലെങ്കിൽ ഇങ്ങനത്തെ പടങ്ങൾ നമ്മൾ കാണത്തില്ലല്ലോ, അറിയത്തില്ലല്ലോ. കൊള്ളത്തില്ല പടം, സീരിയസ്ലി പടം കൊള്ളത്തില്ല, ഒന്നിനും കൊള്ളത്തില്ല. പടത്തിനകത്ത് ഫാമിലി എന്നുള്ള സാധനം കുറേ കുത്തിക്കയറ്റിയിട്ട് മൊത്തത്തിലൊരു പാസം പടമായി പോയി. പാസം എന്നല്ല പറയാം, ഒരുമാതിരി ഒരു ഷൊട്ട കഥയായി പോയി. കഥയ്ക്ക് ബലമില്ലാണ്ട് അതിന് എന്ത് കാണിച്ചിട്ടും കാര്യമില്ല. ഇത്രയും വലിയൊരു കാസ്റ്റ് ക്രൂ കിട്ടിയിട്ട് ഉപയോഗിക്കാത്തൊരു ഇതിലേക്ക് വന്നു. പടത്തിൻ്റെ പാട്ട് പറഞ്ഞാൽ നല്ലതാണ്. കല്യാണി വെച്ച പാട്ട് നല്ലതാണ്. അതല്ലാണ്ട് പടത്തിനകത്ത് വേറെ ഒന്നും കൊള്ളത്തില്ല.